മനുഷ്യക്കടത്ത് തടയുന്നതിനായി കരുതൽ നടപടികളുമായി കുവൈത്ത് നീതിന്യായ മന്ത്രാലയം, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നാഷണൽ സമിതിയും അഭിഭാഷകരുടെ അസോസിയേഷനും നടപടിയുടെ ഭാഗമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. നിയമപരമായി ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും സമൂഹത്തിൽ അവബോധം വളർത്തിയെടുക്കുകയാണ് സഹകരണ പ്രോട്ടോകോൾ ലക്ഷ്യമിടുന്നത്. ദേശീയ പബ്ലിക് ബെനഫിറ്റ് അസോസിയേഷനുകളുമായുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിൽ പ്രോട്ടോകോൾ സുപ്രധാന ചുവടുവെപ്പാണെന്ന് മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറിയും നാഷണൽ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനുമായ താരിഖ് അൽ അസ്ഫൂർ പറഞ്ഞു. മനുഷ്യക്കടത്ത് അവസാനിപ്പിക്കാൻ കുവൈത്ത് പ്രതിജ്ഞാബദ്ധരാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും പ്രോട്ടോകോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലൈംഗിക ചൂഷണത്തിനിരയായവർക്ക് നിയമസഹായവും ഉപദേശവും നൽകാനും കരാറിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ദേശീയ നിയമങ്ങളും അനുസരിച്ച് സംശയാസ്പദമായ മനുഷ്യക്കടത്ത് കേസുകൾ നിരീക്ഷിക്കും. നേരത്തെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റ് അധികൃതർ ആരംഭിച്ചിരുന്നു. നിലവിൽ കുവൈത്തിൽ മനുഷ്യക്കടത്ത് പിടിക്കപ്പെട്ടാൽ 3 വർഷം തടവും 5000 മുതൽ 10,000 ദിനാർ വരെ പിഴയുമാണ് ശിക്ഷ. മീഡിയ 1 കുവൈത്ത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.